എന്തുകൊണ്ടാണ് എപ്പോഴും എനിക്ക് മാത്രം ഇത്രയധികം സങ്കടങ്ങൾ ഉണ്ടാവുന്നത്? എവിടെ പോയാലും എന്തിനാണെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധികളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും എന്തുകൊണ്ടാണ് വന്നു ചേരുന്നത് എന്ന് പലപ്പോഴും നമുക്കൊരു സങ്കടം തോന്നാറുണ്ട് അല്ലേ? എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്കുണ്ടാവുന്ന സങ്കടങ്ങൾ അതേ ഡെപ്തിൽ നമുക്ക് മറ്റൊരാളോടും കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ അത്രയും പൂർണ്ണമായിട്ട് ഹെൽപ്പ് ചെയ്യാനും ആർക്കും പറ്റില്ല. അപ്പോൾ സെൽഫായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഹീലിംഗ് ജേർണി എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റിലെ ഓർമ്മകളെ പൂർണ്ണമായിട്ട് മറന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. നമ്മുടെ മുറിവുകളെ നമ്മൾ എങ്ങനെയാണ് മറക്കുക? നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മുടെ പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള നമ്മൾ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് നമ്മളെ ഇനിയും കൺട്രോൾ ചെയ്യാതെ നമ്മളെ ഒന്നും ബാധിക്കാതെ ഇരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതിനെയാണ് ഹീലിംഗ് എന്ന് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ ലൈഫിൽ എന്നെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പുസ്തകങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ടതായി തോന്നിയ ചില പുസ്തകങ്ങളാണ്. ഏകദേശം 10ഓളം പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊന്നും ഡിലീറ്റ് ആയി പോവില്ല. ഒന്നിനെയും മായ്ച്ചു കളയാനല്ല പുസ്തകങ്ങൾ. പക്ഷേ നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ നോക്കിക്കാണുന്ന രീതി, നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന നമ്മുടെ പെർസ്പെക്റ്റീവ് ഇല്ലേ, അതിനെ മാറ്റിയെടുക്കാൻ ഉറപ്പായിട്ട് പുസ്തകങ്ങൾക്ക് കഴിയും. അപ്പോൾ നമുക്ക് കടക്കാം ഏതൊക്കെ പുസ്തകങ്ങളാണ് എന്നുള്ളതിലേക്ക്. അപ്പോൾ ആദ്യത്തെ പുസ്തകം വിക്ടർ ഇ ഫ്രാങ്കലിൻ്റെ മെൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കാണാൻ കഴിയും. വിക്ടർ ഇ ഫ്രാങ്കലിന്റെ മെൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ള പുസ്തകമാണ്. മെൻ സെർച്ച് ഫോർ മീനിങ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഞാൻ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ചോദ്യം ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ ഒരു വലിയ ശതമാനം പേരും അല്ലെ. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എന്താണ് ഉത്തരം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള വളരെ നല്ലൊരു പോളിഷ്ഡ് വ്യൂ ഉള്ള ഒരു പുസ്തകമാണിത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ സങ്കടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ലൈഫ് എന്നുള്ളതില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൂടി വഴി തുറക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. ഡോക്ടർ ബെസൽ വാൻ ഡെൽകോർക്കിന്റെ ബോഡി കീപ് സ്കോർ എന്നതാണ് രണ്ടാമത്തെ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ മനസ്സിനേൽക്കുന്ന മുറിവുകൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആധികൾ, നമ്മുടെ മനസ്സിന്റെ സങ്കടങ്ങൾ എന്നിവ നമ്മുടെ മനസ്സിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ അപ്പിയറൻസിൽ, നമ്മുടെ മാനറിസംസിൽ, നമ്മുടെ ഓരോ അണുവിലും അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് ശരിയാണല്ലേ? നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ മാറുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്നൊരു സമാധാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രകാശം, അല്ലെങ്കിൽ നമ്മുടെ ആകെ മൊത്തം അപ്പിയറൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് തന്നെ എവിഡൻ്റ് ആണ്. പക്ഷെ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം കൂടിയാണത്. അപ്പോൾ ആ ഒരു പ്രതിഫലനം നമുക്ക് ഭൗതികമായിട്ട് നമ്മുടെ മനസ്സിൽ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിൽ മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഇത് എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. ഈ പുസ്തകത്തിന്റെ രചയിതാവായ ഡോക്ടർ വെസൽവാൻ പറയുന്നത്, നമുക്ക് ദീർഘകാലമായിട്ടുണ്ടാകുന്ന നമ്മുടെ സമ്മർദ്ദമില്ലേ, നമ്മുടെ മാനസിക സമ്മർദ്ദം, നമ്മുടെ ട്രോമാസ്, ഇതെല്ലാം നമ്മുടെ തലച്ചോറിനെയും ശരീരത്തെയും ഒരു പ്രത്യേക രീതിയിൽ ബാധിക്കും. അതിനൊരു പാറ്റേൺ ഉണ്ട്, അതിന് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്. അത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു ആഴത്തിലുള്ള പഠനം കൂടിയാണ് ഈ ഒരു പുസ്തകം. അപ്പോൾ പുസ്തകത്തിന്റെ പേര് ദ ബോഡി കീപ്സ് ദ സ്കോർ. മൂന്നാമത്തെ പുസ്തകം ലേൺഡ് ഒപ്റ്റിമിസം ആണ്. ഈ പുസ്തകം എഴുതിയത് മാർട്ടിൻ ഇ പി സെലിഗ്മാൻ എന്നുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഈ ലേൺഡ് ഒപ്റ്റിമിസത്തെ പറയുന്നത്, ഈ ഒപ്റ്റിമിസം എന്നുള്ളത് നമ്മൾ പറയില്ലേ, ചില ആളുകൾ ഒപ്റ്റിമിസ്റ്റിക് ആണ്, ചില ആളുകൾ അങ്ങനെ അല്ല എന്ന് പറയും. ഈ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അതായത് വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിരിക്കും. അല്ലാത്തവർക്ക് അങ്ങനെ ശുഭാപ്തി മീൻസ് എല്ലാം നല്ലതായിട്ട് വരും എന്നുള്ളൊരു ഇത് ശരിക്കും അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കഴിവാണ്. നമ്മൾ ലേൺഡ് ആയിട്ടുള്ള
ഒപ്റ്റിമിസം ആണ് നമ്മുടെ ശരിക്കുള്ള ഒപ്റ്റിമിസം എന്നാണ് ഈ എഴുത്തുകാരൻ പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഞാൻ അറിവായി വരുന്ന സമയം മുതൽ എൻ്റെ അമ്മ എന്നോട് പറയുന്നത്, എനിക്ക് ഭാഗ്യം ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണ്, എൻ്റെ അസ്ട്രോളജിക്കൽ സയൻസ് പ്രകാരം ഞാൻ വളരെ അൺലക്കിയാണ് എന്ന് എന്നോട് എപ്പോഴും എൻ്റെ മനസ്സിൽ പറഞ്ഞു അതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് തന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ യാതൊരു തരത്തിലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് നിൽക്കില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ലാസ്സിൽ നറുക്കെടുപ്പുകൾ നടത്തുമ്പോൾ തന്നെ ഞാൻ സ്വയം വിശ്വസിച്ച് തുടങ്ങും, എനിക്ക് എന്തായാലും അതിൽ സെലക്ഷൻ കിട്ടില്ല, അല്ലെങ്കിൽ അതിന് പോകണ്ട. അങ്ങനെ ഞാൻ എപ്പോഴും പിന്മാറി നിൽക്കും. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ആ ഒരു കാര്യത്തെ നോക്കി കാണുന്നത് അങ്ങനെയാണ്, ഭാഗ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ പിൽക്കാലത്ത് ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഭാഗ്യം എന്നെ തുണച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു പെർസ്പെക്റ്റീവ് ചിന്തിച്ചാൽ ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആണ്, ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആണ്, വളരെയധികം ലക്ക് എന്നൊരു ഫാക്ടർ പലപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ, ലേൺഡ് ഒപ്റ്റിമിസം എന്ന പുസ്തകത്തിൽ പറയുന്നത്, നമ്മൾ സന്ദർഭങ്ങളെയും സംഭവങ്ങളെയും വ്യാഖ്യാനിക്കുന്ന രീതി, ആ രീതി എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അതായത് നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, ചിന്തിക്കാനും അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ ഓരോ കാര്യത്തെയും നോക്കിക്കാണാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഇറ്റ് ഇസ് കോൾഡ് സോഷ്യൽ കണ്ടീഷനിങ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ അല്ല. ലേൺഡ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളെയും വ്യക്തമായിട്ടും കൃത്യമായിട്ടും വ്യാഖ്യാനിക്കുക, അതും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഏതൊരു കാര്യത്തെയും വ്യാഖ്യാനിക്കുക, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെയും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക. അതിൽ കൂടി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബ്രെയിനെയും നമ്മുടെ ശരീരത്തെയും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോഡിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് ലേൺഡ് ഒപ്റ്റിമിസം. ഓപ്ഷൻ ബി എന്ന പുസ്തകമാണ് നാലാമത്തേത്. ഈ പുസ്തകത്തിന്റെ രചയിതാക്കൾ ഷെറിൻ സാൻഡ്ബർഗ് ആൻഡ് ആഡം ഗ്രാൻഡ് ആണ്. അപ്പോൾ ഇവർ ചേർന്ന് എഴുതിയ ഈ പുസ്തകത്തിൽ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഈ ഓപ്ഷൻ ബിയെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ. ഈ ഓപ്ഷൻ ബി എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ എ വർക്ക് ആയില്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. പക്ഷെ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എത്ര വലിയ തകർച്ച അല്ലെങ്കിൽ എത്ര വലിയ ദുഃഖങ്ങൾ, നമ്മൾ ഒന്നുമല്ലാതെ ആയിപ്പോയി കഴിഞ്ഞിട്ടും അവിടുന്ന് നമുക്കിനി ഒരു ലൈഫുണ്ട്, അവിടുന്ന് നമുക്ക് വീണ്ടും ഉയർന്നു വരാൻ പറ്റും, പിന്നെ നമുക്ക് ജീവിച്ചു തുടങ്ങാൻ പറ്റും, ഒന്നിൻ്റെ അവസാനമല്ല എന്ന തരത്തിലൊരു ഓപ്ഷൻ ബി അവിടെ ഉണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡെസ്റ്റിനി നമുക്ക് പറയാം. അതായത് നമ്മൾ മുന്നിലേക്കുള്ള ഒരു റോഡ് കാണുന്നില്ല എന്ന് വെച്ചിട്ട് അവിടെ ഒരു റോഡ് ഇല്ല എന്നൊരർത്ഥമില്ല. ആ ഒരു രീതിയിലാണ് ഈ ഓപ്ഷൻ ബി എന്ന പുസ്തകം നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് നമുക്ക് ലൈഫിൽ എത്രത്തോളം നമുക്ക് തകർച്ചയും, നമ്മൾ വിചാരിക്കുകയാണ് ഇവിടം കൊണ്ട് എല്ലാം തീർന്നു, ഇനി അങ്ങോട്ട് ഒന്നുമില്ല, എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി തകർന്നു ഡിസ്ട്രോയിഡ് ആയി എന്ന് വിചാരിക്കുന്ന ഒരു പോയിന്റ് കഴിഞ്ഞ് ആ വേദനകളിൽ കൂടി നമ്മൾ കടന്നു പോയി എത്തുമ്പോൾ അതിൻ്റെ അക്കരെ ഒരു പുതിയ മൈൽ സ്റ്റോൺ നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ബിയെ കുറിച്ചാണ് ഈ രചയിതാക്കൾ ഈ പുസ്തകത്തിൽ പറയുന്നത്. നല്ലൊരു പുസ്തകമാണ്. നമുക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ ആകുന്നൊന്നല്ല. പക്ഷെ നമുക്ക് സങ്കടങ്ങൾ ഉള്ളപ്പോഴും അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി നമുക്ക് സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളും നമുക്ക് കൂട്ടി വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു ഹോപ്പ് കൂടിയാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത്. നമ്പർ 5 റെസിലിയൻറ്റ് ഫാക്ടറാണ്. ഈ പുസ്തകത്തിന് 2 ഓതേഴ്സാണുള്ളത്. ഒന്ന് കാരൻ റീവിച്ച് ആൻഡ് ആൻഡ്രൂ ഷാറ്റെ. അപ്പോൾ ഈ 2 പേർ ചേർന്നിട്ടാണ് റെസിലിയൻറ്റ് ഫാക്ടർ എന്ന ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മൾ ഈ ജോഷ് ടോക്ക് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച് പിന്നീട് സ്ട്രോങ് ആയി മാറിയിട്ടുള്ള ആളുകളുടെ നമ്മളൊരു സ്പീച്ചോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു അനുഭവം നമ്മൾ വായിക്കുകയോ കേൾക്കുകയോ ഒരാളെ പരിചയപ്പെടുകയോ അറിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, വൺസ് അപ്പോൺ എ ടൈം ആ ഒരാൾ വളരെ സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു, വളരെ പാവമായിരുന്നു, വളരെ ഇന്നസെൻ്റ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ കാലക്രമേണ നമ്മുടെ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന ഒരു മനക്കരുത്തുണ്ട്, മനസ്സ് കല്ലായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അതായത് നമുക്ക് വളരെ കട്ടിയുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ബോൾഡായ ഒരു പേഴ്സണാലിറ്റി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്, വളരെ കഠിനമായിട്ടുള്ള ഒരു ഹൃദയം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ തൊലിക്കട്ടി, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ബൈ ബർത്ത് അല്ലെങ്കിൽ ജന്മന കിട്ടുന്ന ഒന്നല്ല. മറിച്ച്
നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ ലൈഫിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല എന്നുള്ള പോയിന്റിലാണ് ആളുകൾ പലപ്പോഴും ധൈര്യമുള്ളവരായി മാറുന്നത്, അല്ലേ? അപ്പോൾ അതല്ല, നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അതേ സോഫ്റ്റ് ആൻഡ് വേയിൽ കൂടി നമ്മൾ കടന്നു പോയേനെ. പക്ഷെ അതല്ല, നമുക്ക് ഇവിടെ ധൈര്യമായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മനസ്സ് കല്ലാക്കി വെച്ചില്ലെങ്കിൽ, ഇവിടെ ഞാനൊരു സ്ട്രോങ് ബോൾഡ് പേഴ്സൺ ആയില്ലെങ്കിൽ വേറെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാവുന്ന നിമിഷങ്ങളാണ് ഞാൻ അങ്ങനെ ആയിട്ടുള്ളത്, അല്ലേ? അപ്പം അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം, നമ്മുടെ കഠിനത, നമ്മുടെ ഹൃദയം എത്ര സ്ട്രോങ് ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ് എന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അല്ലാതെ ജന്മന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ലോങ് സോഫ്റ്റ്, അല്ലെങ്കിൽ ജന്മന ഒരു കഠിനമായിട്ടും സ്ട്രോങ് ആയിട്ടും ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവർ ജീവിതത്തിൽ മുന്നോട്ട് പോകുക, അങ്ങനെയല്ല. അപ്പോൾ അതും ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് തരുന്നൊരു പുസ്തകമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദ റെസിലിയൻറ്റ് ഫാക്ടർ എന്നുള്ള പുസ്തകം വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഫീലിങ്സിനെയൊക്കെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാനും കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കാനും ഒക്കെ ഈ പുസ്തകം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 6ാമത്തെ പുസ്തകം പരിചയപ്പെടുത്തട്ടെ. വളരെ ചെറിയൊരു പേരാണ്, ഗ്രിറ്റ്. ഇത് ആൻസല ഡക്വർത്ത് എന്നുള്ള ഒരു രചയിതാവിൻ്റെ പുസ്തകമാണ് ഗ്രിറ്റ് എന്ന് പറയുന്ന പുസ്തകം. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പേര് അൺഎംപ്ലോയിഡ് ആണ്. വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അൺഎംപ്ലോയിഡ് ആണ്. പലപ്പോഴും അതിനൊരു കാരണം എന്ന് പറയുന്നത് ഒരു ദീർഘകാലം അതിനു വേണ്ടി പരിശ്രമിക്കാനുള്ള, അതായത് നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ, അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളതോ സ്കിൽഡ് ആയിട്ടുള്ളതോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി ദീർഘകാലം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയായി പോകുന്നത് കൊണ്ടാണ്. ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. കമ്മിറ്റ്മെൻറ്റ്സ് ആകാം, റെസ്പോൺസിബിലിറ്റീസ് ആകാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പോവേർട്ടി ആവാം, പണം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാകാം, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആവാം. ഇറ്റ് കുഡ് ബി എനിത്തിങ്. സോ അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു സ്കിൽഡ് ആണെന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കഴിവുണ്ടെന്നത് കൊണ്ട് മാത്രം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. കൂടുതൽ പേരും പറയാറില്ലേ, എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്ന്. പക്ഷേ ഈ കഴിവൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് പരിശ്രമിച്ചിട്ടില്ല ജയിച്ച ഒരുപാട് പല ആൾക്കാരും പറയാറില്ല, എനിക്ക് യാതൊരു കഴിവുമില്ല, എനിക്ക് ഒരു മേഖലയിലും പ്രത്യേകിച്ച് യാതൊരു കഴിവും ഇല്ലാത്ത ഒരാളായി പോയി എന്ന്. പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്ന, ഒരു കഴിവും ഇല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നവരിൽ തന്നെയും നിരന്തരമായി കൺസിസ്റ്റൻ്റായി എഫേർട്ട് എടുത്തത് കൊണ്ട് മുന്നോട്ട് ഒരു ജീവിതം പച്ചപിടിച്ച രക്ഷപ്പെട്ട ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു കാര്യമാണ്, ആ ഒരു തീമാണ് ഈ പുസ്തകത്തിലുള്ളത്. അതായത് നമുക്ക് കഴിവുണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാനദണ്ഡം കഴിവുള്ളവനായിട്ടിരിക്കുക അല്ലെങ്കിൽ കഴിവുള്ളവളായിട്ടിരിക്കുക എന്നുള്ളതല്ല. മറിച്ച് കൺസിസ്റ്റൻ്റ് ആയി എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. ഇനി 7ാമത്തെ പുസ്തകം ദ ഗിഫ്റ്റ്സ് ഓഫ് ഇംപെർഫെക്ഷൻ എന്നുള്ളതാണ്. ഇംപെർഫെക്റ്റ് ആയ ഞാനും ഇംപെർഫെക്റ്റ് ആയ നിങ്ങളും ഇംപെർഫെക്റ്റ് ആയ ഒരുപാട് മനുഷ്യരും ചേരുന്ന ഈ ഒരു ലോകത്ത് ദ ഗിഫ്റ്റ്സ് ഓഫ് ഇംപെർഫെക്ഷൻ എന്നുള്ള പുസ്തകം ശരിക്കും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ബ്രെനെ ബ്രൗണിൻ്റെ പുസ്തകമാണിത്. അതായത് ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇംപെർഫെക്ഷൻസും നമ്മുടെ പോരായ്മകളും എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുക. ബി കൈൻഡ് ടു അവർ സെൽഫ്. നമ്മളെല്ലാവരോടും കൈൻഡായിരിക്കും, നമ്മളെല്ലാവരോടും കരുണയുള്ളവരായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മളോട് അത്ര കരുണയുള്ളവരാവാൻ പറ്റാത്ത വിധം നമ്മൾ മാറിപ്പോയിട്ടുണ്ടാകും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബി കൈൻഡ് ടു യുവർ സെൽഫ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കാടും വടലും എല്ലാം ചേർന്നതാണ് എന്നെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള അക്സെപ്റ്റൻസ് നമുക്ക് വരുമ്പോൾ അത് തരുന്നൊരു സമാധാനം വളരെ വലുതാണ്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമുക്ക് നമ്മളെ മാറ്റി നിർത്തുന്ന നമ്മുടേതായിട്ടുള്ള ഒരു ലജ്ജ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു അപകർഷ ബോധം ഉണ്ടാവാം, നമ്മൾ ചെയ്താൽ ശരിയാവില്ല എന്നുള്ള തോന്നലുണ്ടാവാം, നമ്മൾ ചെയ്താൽ ഒന്നും എത്തില്ലെന്ന് പറയുന്ന ഒരുപാട് പേര് ചുറ്റും ഉണ്ടാവാം. മോർ ഓവർ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്കാവില്ല എന്നുള്ളത്. ആ ഒരു തോട്ടിനെ മാറ്റിയെടുക്കാൻ ഉറപ്പായിട്ട് ഈ പുസ്തകം ഇൻഫ്ലുവൻസ് ചെയ്യും. ദ ഗിഫ്റ്റ്സ് ഓഫ് ഇംപെർഫെക്ഷൻ. ഈ ഇംപെർഫെക്ഷൻസ് ആണ് നമ്മുടെ ബ്യൂട്ടി, അല്ലെങ്കിൽ ഈ ഇംപെർഫെക്ഷൻസ് ആണ് നമ്മളെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്നുള്ള ആ ഡിഫറൻസിനൊരു ബ്യൂട്ടി ഉണ്ട്. എല്ലാവരെയും പോലെ ആവുന്നതല്ല, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ബോധ്യത്തിൻ്റെ ഒരു തലം ഉണ്ടല്ലോ, അവിടെ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു പുസ്തകമാണ് ദ ഗിഫ്റ്റ്സ് ഓഫ് ഇംപെർഫെക്ഷൻസ്.
ഡോക്ടർ എഡിത്ത് ഈവ എയ്ഗർ എന്ന രചയിതാവിൻ്റെ ദ ചോയ്സ് എന്ന പുസ്തകം. ചോയ്സ്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചോയ്സാണ്. ആ ഒരു ചോയ്സ് എന്നുള്ളതും ചൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതും, ചൂസ് ചെയ്തത് തെറ്റായി പോകുക എന്നുള്ളതും, തെറ്റായി പോകുമ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ചൂസ് ചെയ്യുക, മറ്റൊരാളും ചൂസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പാസ്റ്റിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ പാസ്റ്റിനെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത് ഞാൻ വായിച്ചത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നതിലധികം ലോക്ക്ഡ് ഇൻ ആണ്. എങ്ങനെ ലോക്ക്ഡ് ഇൻ ആണ്? നമ്മുടെ ഭൂതകാല അനുഭവങ്ങളിൽ നിന്നും, നമ്മൾ അനുഭവിച്ച എംബാരസിങ് മൊമെന്റ്സിൽ നിന്നും ഒക്കെ നമ്മൾ ഒരിക്കലും ഫ്രീ അല്ല. ഒരുപാട് വേദനകൾ നമ്മൾ ഇപ്പോഴും തടവറയിലിട്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞു പോയ വേദനകളും ഒറ്റപ്പെടലുകളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ തടവിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും നമുക്കൊരു മോചനം വേണം. നമുക്ക് അവിടെ നിന്ന് ഒരു ഫ്രീഡം വേണ്ടേ, ഫ്രീ ആവണ്ടേ? ആ ഫ്രീഡം ഇറ്റ്സ് അവർ ചോയ്സ്. ആ ഒരു തീമാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. ചൂസ് യുവർ സ്പേസ്. നമ്മൾ വിചാരിച്ചാൽ അതിൽ നിന്നൊക്കെ നമ്മളെ ഫ്രീ ആക്കാൻ വേണ്ടി പറ്റും. സോ ആ ഒരു വലിയ ചോയ്സ് നമ്മൾ എടുക്കണം എന്നാണ് ഈ ഒരു പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 9ാമത്തെ പുസ്തകം, ഒരു 2 പുസ്തകങ്ങൾ കൂടി ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ 9ാമത്തെ പുസ്തകത്തിൻ്റെ പേര് എനിക്ക് എപ്പോഴും എന്നെ വളരെയധികം ആകർഷിക്കുന്ന ഒരു പേരാണ്, ഹാപ്പിനെസ് ട്രാപ്പ്. ഇത് എഴുതിയത് ഡോക്ടർ റാസ് ഹാരിസ് ആണ്. നമ്മുടെ സമൂഹം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ജീവിതത്തിൽ സങ്കടങ്ങളൊന്നുമില്ലാത്ത, ബാധ്യതകളൊന്നുമില്ലാത്ത, കഷ്ടപ്പാടുകളൊന്നുമില്ലാത്ത ഒരു ജീവിതമാണ് സന്തോഷം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുമ്പോഴും നമ്മുടേതായിട്ടുള്ള വാല്യൂസിനെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ മറ്റൊരാളെയും ദ്രോഹിക്കാതെ മൂൺ ചെയ്യുക എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തെ പറ്റിയിട്ടാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്. ഈ സോ കോൾഡ് ഹാപ്പിനെസ് ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ നമ്മൾ ഒന്നുകിൽ പെട്ടുപോകും, അല്ലെങ്കിൽ ആ ട്രാപ്പിന് പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ വന്നും പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ടാവാം. ഇനിയും എന്തൊക്കെയാണ് വരുന്നത് നമുക്കറിയില്ല. സ്റ്റിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂസ് ഉണ്ടല്ലോ, നമ്മളാക്കുന്ന നമ്മുടെ പോസിറ്റീവ്, നമ്മുടെ ഓറ, അതല്ല, അതിന് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മൂവ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സന്തോഷത്തിൻ്റെ ഒരു നിർവചനത്തിൽ കൂടി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കൊച്ചു ലോകമാണത് ആ ഒരു പുസ്തകം. ഉറപ്പായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണത്. ഇനി ഒരു പുസ്തകം കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് ലെങ്തായി പോകണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് ദ റെസിലിയൻ്റ് എന്നാണ്. അത് നമുക്കൊക്കെ വേണ്ട ഒരു പവറാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് റിക് ഹാൻസൺ ആണ്. അപ്പോൾ റിക് ഹാൻസൻ്റെ ദ റെസിലിയൻ്റ് എന്നുള്ള പുസ്തകമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അവസാനമായി പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ തലച്ചോറിന് പുതിയ അനുഭവങ്ങളിൽ കൂടി, അല്ലെങ്കിൽ പുതിയ പേഴ്സ്പെക്റ്റീവ്സിൽ കൂടി ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇറ്റ് ഡസൻ മീൻ നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആവുമെന്നല്ല. നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറൊക്കെ ഒരിക്കൽ ബിൽഡ് ആയാൽ അത് ചേഞ്ച് ആവില്ല. ദർ ഇസ് എ പാറ്റേൺ, ലൈക്ക് റിപ്പറ്റേറ്റീവ് പാറ്റേൺ ഉണ്ടായിരിക്കും. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘകാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളിൽ കൂടി എല്ലാം ചുറ്റിനും ഇരുട്ടാണ് എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ ഒരുപാട് കാലം ജീവിച്ചു കഴിഞ്ഞതിന് ശേഷവും നമുക്ക് നല്ല മനുഷ്യരുമായിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോൾ, നല്ല സമാധാനമുള്ളൊരിടത്ത് താമസിക്കാൻ പറ്റുമ്പോൾ, നമുക്ക് നമ്മുടെ ലൈഫിനോട് തന്നെ ഒരു നന്ദി ഉണ്ടാകുമ്പോൾ, അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ, നല്ല മ്യൂസിക്, നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു തൊഴിലുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരും. നമ്മുടെ വീക്ഷണങ്ങളിൽ, നമ്മൾ ലൈഫിനെ കാണുന്ന രീതിയിൽ, നമ്മൾ ജീവിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരും എന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത്. കിട്ടുന്ന ചെറിയ ചെറിയ വിജയങ്ങൾ, ചെറിയ ചെറിയ അംഗീകാരങ്ങൾ, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സേഫ്റ്റി, നമ്മുടെ സുരക്ഷിതത്വം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കും. നമ്മുടെ ആയുസ് കുറച്ചുകൂടി ബലമുള്ളതാകും. നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കുറച്ചുകൂടി വെളിച്ചമുള്ളതാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ വായിച്ചവയിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട പുസ്തകങ്ങളാണിവ. അതുകൊണ്ടാണ് നിങ്ങളോട് പരിചയപ്പെടുത്തിയത്. ചില പുസ്തകങ്ങളുടെ ചിത്രങ്ങളെങ്കിലും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. എന്തായാലും വായന ഒരുപാട് നമ്മൾ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സമയമില്ല, സാഹചര്യമില്ല എന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിനും സമയവും സാഹചര്യമില്ല. ചില കാര്യങ്ങൾ മസ്റ്റ്
ആയതുകൊണ്ടാണ് നമുക്ക് അതിന് സമയവും സാഹചര്യവും ഉള്ളത്. അതുപോലെ നമ്മളെ ഹീൽ ചെയ്യുന്ന, നമുക്ക് പുതിയ പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം, വായിക്കാൻ കഴിയണം. വായിക്കുന്ന ഒരു ലോകം, പുസ്തകങ്ങളുടെ ഒരു ലോകം ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാത്തൊരു ലോകമാണ്. നിങ്ങളെ വളരാൻ സഹായിക്കുന്ന, നിങ്ങൾക്കൊരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. വായിച്ചതുകൊണ്ട് ആർക്കും വഴിതെറ്റി അല്ലെങ്കിൽ തളർന്നു വീണിട്ടോ അല്ലെങ്കിൽ തകർന്നു പോയിട്ടൊന്നുമില്ല. ഒരു ബലം കൊടുത്തിട്ടേ ഉള്ളൂ വായന. അപ്പോൾ ഉറപ്പായിട്ട് ഈ പുസ്തകങ്ങൾ കൂടി കടന്നു പോകാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ തലച്ചോറിന് പുതിയ അനുഭവങ്ങളിൽ കൂടി മാറാൻ കഴിയുന്ന ആ ഒരു കാര്യത്തെപ്പറ്റി ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഉടനെ ചെയ്യണം. നമ്മുടെ തലച്ചോറാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മൈൻഡും നമ്മുടെ തലച്ചോറും ഒന്നല്ലേ. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിനെപ്പറ്റി പഠിക്കാനും ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.